സൗമ്യ. അപ്പോൾ വെൽക്കം ടു സൗമ്യാസ് വ്ളോഗ്സ്. ഞാൻ പുറത്താണ്, ഇവിടെ ഭയങ്കര ചൂടാണ്, സമ്മർ തുടങ്ങി. ഞാൻ കാണിച്ചത് എൻ്റെ ബാൽക്കണിയിലെ ഒരു വ്യൂ ആണിത്, നോക്കിക്കോളൂ. അപ്പം അത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര തണുപ്പ്, ചൂട്. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ റമദാൻ ഫാസ്റ്റിങ്ങും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സമ്മറിനും അതേപോലെ തന്നെ ഇഫ്താറിനും പറ്റിയ 3 ഡ്രിങ്ക്സ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് ഈ 3 തണുത്ത സൂപ്പറായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക്സ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം കുക്കുംബർ മിൻറ്റ് കൂളറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, തോല് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ കുക്കുംബർ, മിൻറ്റ്, ലെമൺ ജ്യൂസ്, ഷുഗർ, ഒരു പിഞ്ച് സോൾട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം, എന്നാലേ ആ കുക്കുംബറിൻ്റെ ആ ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിലൊക്കെ അതൊന്ന് പോവുള്ളൂ. അപ്പോൾ ജ്യൂസ് നല്ല സ്മൂത്തായിട്ട് നല്ല ഇരിക്കും ജ്യൂസ്. അപ്പോൾ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഞാനതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്ട്രെയിൻ ചെയ്തെടുത്ത കാരണം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ജ്യൂസ്. ഇനി ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കുംബർ മിൻറ്റ് കൂളർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ജ്യൂസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ സ്ലഷ് ആണ്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ, ഞാനവിടെ ആദ്യം 1 കപ്പ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത വാട്ടർമെലൺ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തതാണ്. ഇതൊക്കെ കണ്ടില്ലേ. പിന്നെ അടുത്ത് യൂസ് ചെയ്യുന്നത് ഒരു ലെമണിൻ്റെ ജ്യൂസാണ്. സോ ഇതിൽ ഞാൻ വേറെ ഷുഗറൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ വാട്ടർമെലൺ തന്നെ നല്ല സ്വീറ്റാണ്. സോ നിങ്ങൾക്ക് ഇനി ഷുഗർ എക്സ്ട്രാ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് ഷുഗർ യൂസ് ചെയ്യാം. സോ ഇനി വാട്ടർമെലൺ സ്ലഷ് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബ്ലെൻഡറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൺ പീസസും ലെമൺ ജ്യൂസും കൂടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അത് ഫ്രീസ് ചെയ്ത വാട്ടർമെലൺ പീസസ് ആയ കാരണം അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. സോ നമ്മുടെ വാട്ടർമെലൺ സ്ലഷ് എങ്ങനെയാണ് ഉണ്ടാവുക, ഫ്രീസ് ചെയ്ത വാട്ടർമെലൺ പീസസ് യൂസ് ചെയ്ത കാരണം കുറച്ച് നല്ല ഐസി ആയിട്ടുണ്ടാവും. സോ ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക്. വാട്ടർമെലൺ സ്ലഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു തിക്ക് ഐസി ഒരു സ്നോയി ടെക്സ്ചറൊക്കെ ആയിട്ടാണ് ഉള്ളത്. അത് ആ ഫ്രോസൺ വാട്ടർമെലൺ പീസസ് യൂസ് ചെയ്ത കാരണമാണ് അത് നല്ല. സോ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ടാങ്കി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, ഷിഖൻജി. സോ ഷിഖൻജിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ നീര്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ജൽജീര പൗഡർ ഇവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്.
സോ ജൽജീര പൗഡറിന് പകരം നിങ്ങൾക്ക് റോസ്റ്റഡ് ക്യൂമിൻ പൗഡറും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ഈ ഷിഖൻജി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഷിഖൻജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ആദ്യം ഞാനൊരു 2 പുതിന ഇല അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ജ്യൂസ് ഒഴിച്ചു. പിന്നെ അടുത്ത് ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവർ ടച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടർമെലൺ ജ്യൂസ് ആക്കിയിട്ട് അത് ക്യൂബ്സ് ആക്കി ഫ്രീസറിൽ വെച്ച് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ക്യൂബ്സ് ആക്കി എടുത്ത വാട്ടർമെലൺ ജ്യൂസ്, ഐസ് ക്യൂബ്സ് ആക്കി എടുത്ത വാട്ടർമെലൺ ജ്യൂസ് അതും അതിലേക്ക് ആഡ് ചെയ്യാണ് ഞാൻ. അപ്പോൾ അതൊരു നല്ലൊരു വാട്ടർമെലൺ ജ്യൂസും പിന്നെ ഈ ഒരു ടാങ്കി ആയിട്ടുള്ള ഈ ഷിഖൻജിയും കൂടി രണ്ടും കൂടി മിക്സായി കുടിക്കുമ്പോൾ അതൊരു നല്ലൊരു ഫ്ലേവറാണ്, ടേസ്റ്റാണ് വരിക. 3 ഇഫ്താർ ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.